സംഭവം അധ്യായം 1. റൈറ്റർ ഡയറക്ടർ ജിത്തു സതീശൻ. സോ ഒരു നമ്മൾ ഓഫ് സീസൺ ടൈമിൽ വന്നിട്ടുള്ള ഒരു സിനിമ, കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി. സ്റ്റാറിങ് അഷ്കർ അലി, അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, വിനീത്, നമ്മുടെ കണ്ണൂരിൽ വിനീത് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അസീം ജമാൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, സെന്തിൽ കൃഷ്ണ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പുതിയ കുറച്ച് ആൾക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇതിനകത്ത് ക്യാരക്ടർ, കുറച്ച് ആൾക്കാർ ചെയ്യുന്നത്, കുറച്ച് തമിഴ് ഉള്ള ആൾക്കാർ, കുറച്ച് തമിഴ്, ഒരു കേരള ബോർഡറിൽ നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഒരു തമിഴ് ആൾക്കാരൊക്കെ വന്നിട്ട് കുറച്ച് ഇതിനകത്ത് അധികമുണ്ട്. അഷ്കർ അലി പുള്ളി ഒരുപാട് സിനിമ ഇതിനിടയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ആൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള സിനിമയിലോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരന് പറ്റിയിട്ടില്ല. ഈവൻ ദോ വന്നിട്ട് നമുക്ക് ഈ സോ കോൾഡ് ആസിഫ് അലിയുടെ അനിയൻ എന്നൊക്കെയുള്ള പെർസ്പെക്റ്റീവ് ആണെങ്കിൽ കൂടി നമുക്കൊരു ഒരു ബ്രേക്ക് എന്നുള്ളൊരു സംഭവം പുള്ളിക്കാരന് കിട്ടുന്നതായിട്ടില്ല. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ സംഭവം എന്ന് പറയുന്ന സിനിമ പുള്ളിക്കാരന് ഒരു പരിധി വരെ ആ ഒരു ബ്രേക്ക്, അതായത് പുള്ളിയുടെ പെർഫോമൻസിനെ മനസ്സിലാക്കാനും കുറച്ചധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇന്നലെ സെക്കൻഡ് വീക്ക് ആയിട്ട് കൂടിയും ഒരു ഓഫ് സീസൺ ആയിട്ട് കൂടിയും ഞാനൊക്കെ കണ്ട തിയേറ്ററിൽ അത്യാവശ്യം ആളുണ്ടായിരുന്നു, ദാറ്റ് ഓവർസീസിൽ. ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇത് ഓൾറെഡി ഒരു ഷോർട്ട് ഫിലിം ഉണ്ടെന്ന് കേട്ടു, പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒരു 1-2 ട്രോൾ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ഹൊറർ ബേസ്ഡ് സിനിമയൊക്കെ ആയിരിക്കും വിചാരിച്ചാണ് ഞാൻ പോയത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു സർപ്രൈസ് തന്നിട്ടുള്ള ഒരു സിനിമയാണ്. എന്നാൽ അത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ചില പ്രശ്നങ്ങൾ, അത് മേ ബി വന്നിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള കാസ്റ്റിംഗ്, ഇപ്പം ഒരു പുതിയ ആൾക്കാരാണ്, അഷ്കർ അലിയാണ് മെയിൻ ലീഡ് ചെയ്യുന്നത്, അപ്പം തന്നെ വന്നിട്ട് ഒരു കാസ്റ്റിങ്ങിൻ്റെ ഒരു കുറവ് അതിൻ്റെ അകത്ത് അനുഭവപ്പെടും. അപ്പോൾ ചില ക്യാരക്ടർ ചെയ്യാൻ കുറച്ചും കൂടി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ സിനിമയിലുണ്ട്. പക്ഷേ സ്ക്രീൻ പ്ലേയിലേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ, എല്ലാവർക്കും പറയായിരിക്കും ഏകദേശം ടൈം ലൂപ്പ് പരിപാടികളൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ, അത് ഒരു പരിധി വരെ അത് ഗംഭീരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടും ആക്ച്വലി പറ്റിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ നമുക്ക് ടൈം ലൂപ്പ് വരുന്ന സമയത്ത് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ബാക്കോട്ടേക്ക് പോകുന്ന സമയത്ത് വെച്ചാൽ ഇപ്പം മാനാടൊക്കെ അങ്ങനത്തെ ഒരു ടൈം ലൂപ്പിലേക്ക് വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ നമുക്കത് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കത് പിന്നെയും അത് എളുപ്പമായിരുന്നു മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ അകത്ത് വെച്ചാൽ ഓൾറെഡി വന്നിട്ടെന്ന് വെച്ചാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ഏരിയയിലാണ് ഈ ടൈം ലൂപ്പ് ഉള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് വെച്ചാൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ് ചെയ്യും. ഇപ്പോൾ ഡാർക്ക് സീരീസ് ഒക്കെ കാണുന്ന പോലെ നമുക്കൊരു കൺഫ്യൂസിങ് ഫാക്ടർ ഉണ്ട്. സ്റ്റിൽ വന്നിട്ടെന്ന് വെച്ചാൽ ലാസ്റ്റിലോട്ടേക്ക് ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്തും ചെറിയ എക്സ്പ്ലനേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കും പേഴ്സണലി മനസ്സിലാവുന്നത് എങ്ങനെയാണ് വന്നിട്ട് അവർ പുറത്തോട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. ചില ഫ്രെയിമുകളൊക്കെ വളരെ നന്നായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഫ്രെയിമിനകത്ത് ആക്ച്വലി അതിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിന് മുമ്പ് പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു മെയിനായിട്ടുള്ള ഡയറ്റി എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു പ്രതിമ, അത് ഒരു ബേർഡിൻ്റെ ഇതിലുള്ള പ്രതിമ. പക്ഷേ അത് എനിക്കൊന്ന് പ്രൊഡക്ഷൻ ഡിസൈൻ ആരാന്ന് എനിക്ക് നോക്കിയിട്ട് കിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ ക്രക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ആ ഒരു ഡയറ്റിയാണ്. ആ ഡയറ്റിനെ ചുറ്റിപ്പറ്റിയാണ് ആക്ച്വലി ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതൊരു ഇനീഷ്യലി എനിക്ക് പേഴ്സണലി അത് ഫസ്റ്റ് പരുതായിട്ട് വന്നത്, പിന്നെയാണ് അതൊരു കാക്കയാണെന്നും അത് വളരെ നന്നായിട്ട് ആക്ച്വലി ചെയ്യേണ്ടത്. അതും പിന്നെ പ്ലസ് ഈ കാർഡിൻ്റെ ലൈറ്റിങ്ങും, അതായത് ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഗംഭീരമായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ ഒരു ഫീൽ നമുക്ക് കിട്ടണം. ഒരു ഗ്രീനിഷ് കളറാണ്, അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഒരു ഭീകരത. പിന്നെ അതിനോടൊപ്പം തന്നെ സൗണ്ടിലേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ ഗോഡ്വിനാണ് ആക്ച്വലി മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പക്ഷേ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് വിഷ്ണു ഗോവിന്ദാണ്. ഗംഭീരമായിട്ടുള്ള വർക്കാണ്. കാരണം നമുക്ക് ഒരു സ്കാരി മൊമെന്റ്സ് പലതും ഇതിൻ്റെ അകത്തേക്ക് വരും. അപ്പോൾ ആ സ്കാരി മൊമെന്റ്സ് വന്നിട്ട് നമുക്ക് ലിറ്ററലി ഒരു ജമ്പ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അത് ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം റീ റെക്കോർഡിങ്ങിലും അത് ഗംഭീരമായിട്ട് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ എഡിറ്ററാണ്, അർജുൻ പ്രകാശാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഹൈലി കോംപ്ലെക്സ് ആണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഹൈലി കോംപ്ലെക്സ് ആണ്. കാരണം നമുക്കൊരു കട്ടെന്ന് ലൂപ്പിലോട്ട് പിന്നെയും പോകുന്ന സമയത്ത് മാത്രമല്ല, മൾട്ടിപ്പിൾ ലേയേഴ്സ് ഓഫ് ലൂപ്പ് ഉണ്ട്. അതായത് ഒരേ സമയം പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും വരുന്ന ഒരു പെർസ്പെക്റ്റീവിലൊക്കെ ഒരു ക്യാരക്ടർ പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലത്തൊക്കെ വെച്ചാൽ എഡിറ്റിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ പറഞ്ഞില്ല, ഒരു ഹൈലി ടെക്നിക്കൽ, ഹൈലി തിയേറ്ററിക്കൽ ആയിട്ട് ഒരു ഭയങ്കര സൗണ്ടുള്ളത് തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എൻറ്റയർ ഫീൽ കിട്ടും. OTT ഒക്കെ വരുന്ന സമയത്ത് എത്രമാത്രം നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടുന്നുള്ളത് ലിറ്ററലി എനിക്കറിയില്ല. സോ ബട്ട് ഈ ഒരു തിയേറ്ററിൽ ഒരു ഗംഭീര സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിനകത്ത് വന്നിട്ട് ഇവർ ഈ ചെയ്ത് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ വളരെ നന്നായിട്ട് വർക്കിടും. പിന്നെ ഈ ഏരിയൽ ഷോട്ട്സ് ഒബ്വിയസ്ലി കാടാവുന്ന സമയത്ത് ഏരിയൽ ഷോട്ട്സും പിന്നെ അതുപോലെ അതിലെ കൂടി പോകുന്ന KSRTC പരിപാടിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഷോട്ടുകളൊക്കെയും വന്നിട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഷ്കർ അലി
ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരൊന്നും വലിയ ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരൊന്നും കൃത്യമായിട്ട് നമുക്ക് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാസ്റ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ അടിപൊളിയായിരുന്നു. പക്ഷേ എല്ലാവരും വളരെ നന്നായിട്ട് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ബാത്തൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതൊരു ഫ്രെയിം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ഞാൻ നോക്കി വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ സിദ്ധാർത്ഥ് ഒരു സൈഡ് സെൻറ്ററിൽ വന്നിട്ട് എനിക്ക് അഷ്കറും ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് വേറൊരു ഒരു പുള്ളിക്കാരൻ നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് കൃത്യമായിട്ട് വന്നിട്ട് അതൊരു ഗംഭീര ഷോട്ടാണ്. അത് മേ ബി ഒരു പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഫ്യൂച്ചർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള ഒരു ഷോട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ലാസ്റ്റ് ഷോട്ട് വന്നിട്ട് ഇവർ വന്നിട്ട് എങ്ങനെ ലൂപ്പിലോട്ട് രക്ഷപ്പെടും, അതിനുശേഷം വന്നിട്ട് ടൈലൻഡും പരിപാടികളൊക്കെ വന്നിട്ട് ഒരു പഞ്ച്, അതായത് സെക്കൻഡ് ഹാഫിൽ ഈവൻ ദോ ഇത് റിപ്പറ്റേറ്റീവ് ആണെങ്കിൽ കൂടി നമുക്ക് വന്നിട്ടെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ക്യൂരിയോസിറ്റി, ഇവൻ എങ്ങനെ ഇത് പുറത്ത് കിടക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടെന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൈം ഭയങ്കരമായിട്ട് നമ്മൾ എടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഹാഫ് ടൈമിലോട്ട് വരുമ്പോഴാണ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് തന്നെ നമുക്ക്. കാരണം അത്രയും ഇപ്പോൾ വിനീതിൻ്റെ ക്യാരക്ടർ വന്നിട്ട് ഒരു ഭയങ്കരമായിട്ട് പിന്നെ വലിച്ച് നീട്ടിയ പോലെയും ചില സീനുകളൊക്കെ ഭയങ്കര സ്ട്രക്ചർ ചെയ്തിട്ട് നിർത്തിയ പോലത്തെയും ഫസ്റ്റ് ഹാഫിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ വലിയ ആൾക്കാരൊന്നും ഭയങ്കരമായിട്ടൊന്നും ഇല്ല സിനിമേൻ്റെ അകത്ത്. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന വിനീതായി കഴിഞ്ഞാൽ പിന്നെ അസീം എന്ന് പറയുന്ന പുള്ളിക്കാരനും പിന്നെ അതുപോലെ തന്നെ അഷ്കർ അലിയാണ് വളരെ നന്നായിട്ട് ഇതിൽ മൊത്തത്തിൽ എടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. ആക്ച്വലി സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് നവീൻ നജോസ് ആണ്. ഗംഭീരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫി, ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാട് ഒരു ലൈറ്റ് ഡിമ്മാവുന്നൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതിനുശേഷം അത് കാടിൻ്റെ ഒരു ഭീകരത, കാടിൻ്റെ സൗണ്ടുകൾ, അത് കുഞ്ഞു കുഞ്ഞു സൗണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം വെച്ചാൽ പല സാധനങ്ങളുണ്ട്. അതായത് ഒരു സ്നെയിൽ അല്ലെങ്കിൽ എന്താ പറയുക കാടിൻ്റെ ഡിഫറെൻറ്റ് ഇൻസെക്ട്സ്, അതിൻ്റെയൊക്കെ ഒരു ക്ലോസ് വെച്ച് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല രസത്തിൽ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഒരു ഡിഫറെൻറ്റ് ഫീല് തന്നിട്ടുള്ള ഒരു ടൈം ലൂപ്പ്. ഈവൻ ദോ നമ്മൾ പല ടൈം ലൂപ്പുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഫീൽ, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ലൂപ്പ് വേണ്ടിക്ക് നമുക്ക് സംഭവം എന്ന് പറയുന്ന സിനിമയെ പറ്റി പറയാം. അഷ്കർ അലിക്ക് നല്ലൊരു ഒരു സിനിമ കിട്ടി എന്നുള്ള ഒരു സന്തോഷവും എനിക്ക് ആക്ച്വലി പേഴ്സണലി ഈ സിനിമേൻ്റെ അകത്തുണ്ട്. ഫസ്റ്റ് ഹാഫിലുള്ള കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിക്കലി ഭയങ്കര ഇമ്പാക്റ്റ് വരുന്ന ഒരു സിനിമയായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു. നോയിങ് ദ ഫാക്ട് ദാറ്റ് ഞാൻ അതിൻ്റെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, അത് എന്താണെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ മൊത്തത്തിൽ സംഭവം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൊത്തത്തിൽ നമുക്ക് ആ സിനിമേൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളൊരു ലൂപ്പിൽപ്പെട്ട ഒരവസ്ഥ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കുറച്ച് കാലത്തിന് ശേഷം വന്നിട്ട് ഞാൻ സിനിമയ്ക്ക് പോയതുകൊണ്ടാണ് ഇപ്പം ഈ അവസ്ഥകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫീൽ ചെയ്തതാണെന്ന് അറിയില്ല. ബട്ട് ലിറ്ററലി വന്നിട്ടൊരു ഒരു ഫീൽ തരാൻ വേണ്ടിയിട്ട് തിയേറ്ററിക്കലി മാത്രം ഞാനിത് കാണാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം OTT-ലും നമുക്ക് ഒരു അത്രയും ക്ഷമയൊന്നും ഉണ്ടാവുന്നില്ല. നമ്മളെ ഫസ്റ്റ് ഹാഫിലുള്ള ഈ സംഭവത്തിനൊന്നും ഒരു ക്ഷമ നമുക്ക് ചിലപ്പോൾ OTT-യിൽ കിട്ടിയെന്ന് വരില്ല. സോ സംഭവം നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു. കാണാനും സൗണ്ട്, ടെക്നിക്കലി, ക്യാമറ വർക്ക് എല്ലാം ഗംഭീരമായിട്ടുള്ള ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ, അത് നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വേണം എന്ന് വിചാരിച്ചു പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ ഡു വാച്ച് സംഭവം.